ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിപിൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് മറുപടി പറയാനായിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഒരു ചെറിയൊരു കോസ്റ്റ്യൂം ചേഞ്ച്. അതെ, പലരും ചോദിച്ചു വിപിൻ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണോ എന്ന്. അതെ, ഞാൻ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ഉത്തരം. പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഉത്തരം പറയാൻ വേണ്ടിയാണ് വീഡിയോ എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയ വിധങ്ങൾ പലവിധമാണ്. നിങ്ങൾ കാണുന്ന വിപിൻ എന്ന് പറയുന്ന വ്യക്തി ആയിത്തീരാൻ ഒരുപാട് നാളുകളുണ്ടായിരുന്നു. ഇതുപോലൊരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുവാനോ വേദികളിൽ നിന്ന് സംസാരിക്കുവാനോ ഒട്ടും കഴിവില്ലാത്ത വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ പഠിച്ചു വന്ന സ്കൂളിലൊന്നും ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന ഒരുവൻ. കഴിവില്ലാണ്ടല്ല, എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. ഭയമായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ എന്നെ പിടിച്ചു വളർത്തിയ ഒരുപാട് പേരുണ്ട്. എന്നെ കൈപിടിച്ച് മൈക്ക് തന്നതും സ്റ്റേജിൽ കയറ്റിയതും സംസാരിക്കാൻ പഠിപ്പിച്ചതും. അങ്ങനെ വളർന്ന് ഞാൻ പല വേദികളിലും നിന്ന് സംസാരിക്കുവാനൊക്കെ പഠിച്ചു. എന്നാൽ ഇന്നായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പലരും ചോദിക്കും, അയ്യോ വിപിൻ അതൊക്കെ കളഞ്ഞ് മാറി വിട്ടുപോയി. നോ, അതിൻ്റെ ഫസ്റ്റ് ഉത്തരം നോ. ഞാൻ ഒരിക്കലും ഒന്നും വിട്ട് കളഞ്ഞു പോയതല്ല. യേശു കർത്താവ് 30 വയസ്സ് വരെയും ജീവിച്ചതെങ്ങനെയാണ്? 3.5 വർഷക്കാലം മാത്രമാണ് പരിസര ശുശ്രൂഷയുണ്ടായിരുന്നത്. എന്നാൽ ഒരു മരപ്പണിക്കാരനായി, ഒരു തച്ചൻ്റെ മകനായി തന്നെയാണ് അവിടെ ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നതോ ഏത് ജോലി ചെയ്യുന്നതിലോ ഒരിക്കലും ഒരു തെറ്റോ കുറവോ ഇല്ല. അത് കണ്ട് പരിഹസിക്കുന്ന സമൂഹത്തിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളാണ് തെറ്റുകാർ. ഓക്കെ, ഞാൻ ഇതൊന്നും പറയുന്നില്ല. ഞാൻ ഒരിക്കലും ഒന്നും വിട്ട് കളഞ്ഞിട്ടല്ല ഇന്ന് നിൽക്കുന്നത്. ഐ എം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ് ചിലതിനെല്ലാം വേണ്ടി. ഇന്നിപ്പോൾ എൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്നെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചവർ, എന്നെ ചേട്ടായി എന്ന് വിളിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ പഠിച്ചൊരു കാര്യം, ഒരുപാട് നമ്മൾ പലരെയും അങ്ങനെ ഇടിച്ചിടിച്ച് ഏൽപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പല കാര്യങ്ങളും ഇന്ന് സമൂഹം ഇടിച്ചേൽപ്പിക്കുക. നിങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. നോ, അതല്ലാതെ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, സ്നേഹിക്കാൻ പഠിക്കണം. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അവർ ചില സമയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അത് ആര് തന്നെയാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷേ സ്നേഹിക്കണം, എന്നാലും സ്നേഹിക്കണം. എന്നെ പലരും ചേട്ടാ എന്ന ഹൃദയത്തോട് വിളിക്കാറുണ്ട്. അതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഇപ്പോൾ നിൽക്കുമ്പോൾ, ഈ ഒരു കാക്കിയിട്ട് നിൽക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ കുറച്ച് ആളായിട്ട് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാറുണ്ട്. വെറും ഒരു വണ്ടി ഓടിക്കൽ മാത്രമല്ല, ഞാൻ അവിടെ ജീവിതങ്ങൾ കാണാറുണ്ട്, പലവിധമായ ജീവിതങ്ങൾ കാണാറുണ്ട്. അതിൽ എന്നെ ഏറെ സ്പർശിച്ച 1-2 കാര്യങ്ങളാണ്. ഇന്നലെ ലുലുവിൽ നിന്നൊരു ട്രിപ്പ് എടുത്തപ്പോൾ ഒരു അമ്മയും മോനും, ഒരു സാധാരണക്കാരൻ ഒരു അമ്മയും മോനും കയറി. കുഞ്ഞു മോനാണ്, അവനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊരു മോൻ, ഒരു സാധാരണക്കാരായ ഒരു അമ്മ. രണ്ടുപേരും കയറി യാത്ര ചെയ്യും, അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടു. എനിക്ക് തോന്നുന്നു ആ അമ്മ മോനെ കാണിക്കാൻ കൊണ്ടുപോയത്, ലുലുവൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയത്. ആ ഒരു ഹാപ്പിനെസ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. ഒരു സാധാരണക്കാരിയായ സ്ത്രീ തൻ്റെ മകനെ സന്തോഷിപ്പിക്കുന്നത് കണ്ടു. പിന്നെ ഇന്നലെ വെളുപ്പിനെ മഞ്ഞുമലയ്ക്കൊരു ട്രിപ്പ് പോയപ്പോഴേക്കും ഒരു പെൺകുട്ടി അവിടെ ഫോൺ, നമ്മൾ കസ്റ്റമറിനെ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് ഫോൺ വിളിക്കുമ്പോൾ അവൾ എന്നോട് സംസാരിച്ച രീതി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. എന്നെ വിളിച്ചത് ഏട്ടാ ഞാൻ ഇവിടെ ഉണ്ട് ഏട്ടാ എന്ന് പറഞ്ഞത്. ഒരു ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇതുവരെയും സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ എന്നെ ഏട്ടാ എന്ന് വിളിക്കും. അതൊരു അവരുടെ കോമൺ, അവരുടെ നാട്ടിലെ ഒരു പക്ഷേ സ്വഭാവ രീതിയായിരിക്കാം. പക്ഷേ ആ ഒരു വിളിയിൽ തന്നെ പിന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പിറപ്പോ അല്ലെങ്കിൽ കൂടെയുള്ളവരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫീലിൽ ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്ന് ലൊക്കേഷനിലാക്കിയത്. അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വരും. സന്തോഷിക്കുക. നമുക്ക് ഒത്തൊരുമിച്ച് ചേർന്ന് ഈ നാളിൽ കേരളം സ്വർഗതുല്യമാക്കണം.